നമസ്കാരം. ഇപ്പം ശശികല വേടനെ പറ്റി കുറേ വിഷം തുപ്പി. അവൻ ശ്രീലങ്കൻ രക്തമായിട്ട് കേരളം പീഡിപ്പിക്കാൻ വന്നവനാണ്. അവനൊക്കെ എന്ത് റാപ്പ് സംഗീതം, അവൻ കഞ്ചാവൊക്കെ വലിച്ചിട്ട് അങ്ങനെ ചെയ്യണം. പിന്നെ അവളൊരു വൾഗറായിട്ടുള്ളൊരു വാക്കൊക്കെ ഉപയോഗിച്ച് എങ്ങനെ ഇവളുടെ വീട്ടുകാർ സഹിക്കണം. നമ്മളെപ്പോഴെങ്കിലും ഒരു ടി വിയിലൊക്കെ അല്ലേ കാണുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ജീവിക്കണം. ആൾക്കാരെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇവളും കേസരി മധുവൊക്കെ ഉണ്ടല്ലോ, ഈ പഴയകാല ഗതകാല സ്മരണകൾ ഉള്ളിലിട്ട് ഉരുട്ടണ പഴയ തഴുമ്പ് വെച്ച് നടക്കണ ആൾക്കാരാണ്. കാലമൊക്കെ മാറിപ്പോയി മക്കളെ. ഇവൻ പറഞ്ഞ വാക്കുകൾ എന്താണ്? ബൂർച്ചുള്ള വാക്കുകളാണ്. ഞാൻ പൊളിയാനല്ല, പറയാനല്ല, ഇതല്ല, നീ തമ്പ്രാനുമല്ല. ഇത് പൊള്ളും ചില ആൾക്കാർക്ക്. ഇഷ്ടമുള്ള പെണ്ണുങ്ങളെ പിടിച്ച് കറുത്തവരായിട്ടുള്ള അവരെ ഇഷ്ടമുള്ള പെണ്ണുങ്ങളെ ഭോഗിക്കുക, ഇവർക്ക് തോന്നിയവൻ്റെ പുറം അടിച്ച് പൊളിക്കുക. ദേഷ്യം വന്നാൽ ഇന്നത്തെ കാലത്ത് അതൊന്നും നടക്കണില്ല. നിയമമൊക്കെ മാറി. എന്നാലും ഇവരുടെ ഉള്ളിൽ നിന്ന് ഈ സംഭവമൊന്നും പോയിട്ടില്ല. ഈ അടുത്ത കാലം വരെ ഈ തമ്പ്രാക്കളാണ് കുട്ടികൾക്ക് പേരിടുക. തമ്പ്ര, എനിക്കൊരു ആൺകുട്ടി ജനിച്ച്, എന്താ പേരിടുക? ആ ചെള്ളിന്നിട്ടാളാ, അല്ലെങ്കിൽ മങ്കി. ഇപ്പോഴുണ്ട് ഈ ചെള്ളിയൊക്കെ കഥാപാത്രം ഈ മലപ്പുറം ജില്ലയിൽ ജീവിച്ചിരിക്കുന്നു. അവരുടെയൊക്കെ മക്കളുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. എന്താ അച്ഛൻ്റെ പേര്? ചെള്ളി. അതായത് ഒരു പരിഹാസ കഥാപാത്രമായിട്ടാണ് ഇവരൊക്കെ ജീവിക്കുന്നത്. ഇവരൊക്കെ ദേവസ്വം, ബ്രഹ്മസ്വം, രാജസ്വം എന്നൊക്കെ പറഞ്ഞ് ഭൂമികളൊക്കെ 3 തട്ടുകളായി തിരിച്ചപ്പോൾ ഇവർക്ക് ഭൂമിയില്ല. ഇവരൊക്കെ കൊണ്ടുപോയിട്ട് മൂലക്ക് പാർശ്വവൽക്കരിച്ച് കോളനി, അത് ഹരിജൻ കോളനി. അതായത് ഇവന്മാർ നടക്കണമെന്ന മെയിൻ റോഡിലൊന്നും ഇവരെ കാണാൻ പാടില്ല. എന്നാൽ പണിക്ക് വിളിച്ചാൽ കിട്ടും വേണം. അപ്പോൾ ഒരു മൂലക്ക് ആ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും മോശം സ്ഥലത്ത് ഇവർക്ക് കോളനി. അവരവിടെ താമസിക്കാൻ പാടുള്ളൂ. എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടെങ്കിൽ തെങ്ങമ്മ കെട്ടിയിട്ട് അടിക്കുക, അല്ലെങ്കിൽ അടിച്ച് പുറം പൊളിക്കുക. ഇങ്ങനെയൊക്കെ ജീവിച്ച ആൾക്കാരാണ്. പിന്നെ നിയമം അങ്ങോട്ട് മാറിയിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് പോകില്ല. ഈ വിഷക്കാലം ഇത്രയും വിഷം ചീറ്റിട്ട് ഹിന്ദു ഐക്യവേദിയിൽ ഏതെങ്കിലും നേതാവോ അവർ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞില്ല. കേസരി മധു വിഷം ചീറ്റി ആരെങ്കിലും പറഞ്ഞോ? അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അതിൽ ആഹ്ലാദിക്കുന്ന ആൾക്കാരെ മഹാഭൂരിപക്ഷം. പിന്നെ ചില പുരോഗമനവാദികൾ വിഷകലിൻ്റെ പൊങ്കാലിട്ട് അത് നേരെയല്ല. അല്ലാത്ത മഹാഭൂരിപക്ഷം മൗനം പാലിച്ച് അവനത് കിട്ടണം. കാരണം എന്താ? ഇപ്പോൾ ഇലയന്മാരൊക്കെ പഴയന്മാരും പാണന്മാരൊക്കെ അവരുടെ തനതായിട്ടുള്ളത് മാത്രം കാച്ചിയാൽ മതിയെന്ന് ഇവളാണ് തീരുമാനിക്കുകയാണ്. കാലം മാറിപ്പോയ ടീച്ചർ. ഇവളൊക്കെ ടീച്ചറാണെന്ന് പറയണ്ടല്ലോ. എവിടത്തെ ടീച്ചറാണത്? ഇവരൊക്കെ ഉണ്ടല്ലോ, ഗവൺമെൻറ് ഇവർക്കെതിരെയൊക്കെ നടപടി എടുക്കണം. ഒരു ആളും ഉണ്ടല്ലോ. ഇവിടെ എന്തും ചിലവാകും. ഇവിടെ വെറും വർഗീയ വിഷം ചീറ്റിയാൽ അത് വലിയൊരു അന്തസ്സാണ്. അതിനൊരു മഹാഭൂരിപക്ഷം മൗനം പാലിക്കുന്നുണ്ട്. കാരണം ഒന്നും വേണ്ട. ഈ സവർണൻ്റെയൊക്കെ വീട്ടിൽ ഡൈനിങ് ഹാളിൽ ഒരു കറുത്തൊരു പട്ടികജാതിക്കാരുടെ ഡൈനിങ് ഹാളിൽ കയറ്റി ഒപ്പിരുന്ന് ഭക്ഷണം കൊടുക്കുമാർ ഇപ്പോഴും കൊടുക്കില്ല. ഒപ്പിരുന്ന് ഭക്ഷണം കഴിക്കില്ല. വീടിൻ്റെ ഉള്ളിൽ കയറ്റില്ല. പുറത്തുനിന്ന് ക്ഷയിക്കാണ്ട് കൊടുക്കും. നമ്മുടെ വോട്ട് നമ്മൾ ഒക്കെ ഒന്നാണെന്നൊക്കെ പറയാം. പക്ഷേ കാര്യത്തോടെ എടുക്കുന്നത് കേൾക്കണ ഈ പട്ടികജാതി തന്നെ. ഒരു സംശയവും വേണ്ട. മക്കൾക്ക് പേരിടണം. മങ്കി, ചെള്ളി, കറുത്ത, വെളുത്ത, കൊറ്റൻ, ഇങ്ങനത്തെ പേരുകളാണ് ഇവർ നിർദ്ദേശിക്കുക. അത് ഇടാൻ പാടുള്ളായിരുന്നു, അല്ലെങ്കിൽ അടിച്ച് പുറം പൊളിക്കും. കാലം മാറിയിട്ട് ഇവളുടെ ഉള്ളിൽ നിന്നൊന്നും വിഷം പോയിട്ടില്ല. വേടം പറയണതൊക്കെ ചില സ്ഥലത്ത് കൊള്ളുന്നുണ്ട്. അല്ലെങ്കിൽ കേസരി മധു പറയണത് അമ്പലത്തിലൊന്നും അവനിഞ്ഞ് പരിപാടിക്ക് വിളിക്കുന്നതാണ്. ഇവനെന്താ അമ്പലത്തിൽ പരിപാടിക്ക് വിളിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഒരൊറ്റൊരുത്തൻ അതിനെതിരെ മിണ്ടിയിട്ടില്ലല്ലോ. അപ്പം എന്താ, ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ഉറങ്ങി കിടക്കുന്നുണ്ട് ഇവരുടെയൊക്കെ ഉള്ളിൽ ആ പഴയ തമ്പ്രാണ്. വേറൊന്നുമല്ല, തമ്പ്രാക്കളൊക്കെ കയറി മേഞ്ഞൊരു കാലുണ്ടായിരുന്നു മക്കളെ. ഒരുപാട് ബാക്കിലൊന്നും അല്ല അത്. 2 തലമുറ മുമ്പ് ആരെയും പിടിച്ച് എന്തും ചെയ്യാം. പെണ്ണ് പിടിക്കാം ഒക്കെ ചെയ്തിരുന്നു. ഇപ്പം നഷ്ടസ്വപ്നങ്ങളെ എന്തായാലും പാട്ടുണ്ടല്ലോ, അങ്ങനെ ജീവിക്കണം. അതിൻ്റെ ഇടയ്ക്കാണ് ഇവന്മാരൊക്കെ ഓരോരുത്തരിങ്ങനെ ഉയർന്നു വരണം. വെച്ചേക്കുക, സഹിക്കുക. ഇതാണ് സംഭവം. അല്ലാണ്ടൊന്നുമില്ല. ഇവർക്കൊക്കെ ഉണ്ടല്ലോ ആ പഴയ ഗതകാല സ്മരണകൾ പേറി നടക്കുക.
പക്ഷെ ഇത് ഇവിടെ ചിലവാകൂല മക്കളെ.